പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. 25 നോയമ്പിലെ എല്ലാ വിശ്വാസികളും നമ്മൾ കർത്താവായ യേശു മിശിഹായെ മുമ്പിൽ കണ്ടുകൊണ്ട് ദൈവത്തെ പോലെ ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ പോലെ പ്രവർത്തിക്കാനും നല്ലൊരു മനസ്സുള്ളവരായി ജീവിക്കാനും അനുഗ്രഹത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഈ 25 നോയമ്പിൽ ഒരുക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. രക്ഷകനായ കർത്താവായ യേശു മിശിഹ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നുകൊണ്ട് ഈ ലോകം മുഴുവനും പ്രകാശമാകുമ്പോൾ എൻ്റെ മനസ്സിലെ അന്ധകാരവും എല്ലാം മാറി ഞാനും പ്രകാശത്തിൽ ജീവിക്കണം. 118-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു: അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഈ ഒരു വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നല്ലവനായി തീർന്നാൽ കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ഉള്ളിൽ എന്നും ഉണ്ടാകും. ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ലവരായി ജീവിക്കുക, കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കുക, കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ജീവിക്കുക. നമുക്കറിയാം, സുവിശേഷത്തിൽ പാപം ചെയ്തു പോയ എല്ലാവരും വീണ്ടും തിരിച്ചു കടന്നു വന്നത് കർത്താവിൻ്റെ കാരുണ്യത്താലാണ്. നമ്മുടെ ജീവിതത്തിലും കുറവുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കുറവിനെ കൃപയാക്കി മാറ്റിക്കൊണ്ട് എല്ലാ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം സ്വീകരിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കാം. ഈ ക്രിസ്മസ് കാലം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ കാലമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.